നമ്മൾ പലരും അനുഭവിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. അതായത് കൈയും കാലും തരിപ്പ് അല്ലെങ്കിൽ മരയിപ്പ് അല്ലെങ്കിൽ സൂചി കൊണ്ട് കുത്തുന്ന പോലത്തെ ഒരു സെൻസേഷൻ. അപ്പോൾ അത് കൈയും കാലും മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ മുഖത്തും തലയോട്ടിയുടെ ഭാഗത്തും ഒക്കെ നമുക്ക് അങ്ങനെ അനുഭവപ്പെടാം. ഈ ഇത്ര രോഗലക്ഷണങ്ങൾ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസിന്റെ ഒരു രീതിയായിട്ട് നമുക്ക് കാണാം. ഈ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അതായത് നമ്മുടെ തലച്ചോറിലെ ഞരമ്പുകളെ നമ്മുടെ സ്വന്തം ബോഡിയിലെ ആന്റിബോഡീസ് തന്നെ നമ്മളെ നശിപ്പിക്കാനുള്ള ഒരു പ്രവണത, അതായത് ഓട്ടോ ഇമ്മ്യൂൺ, അതായത് നമ്മുടെ ശരീരത്തിലെ ആന്റിബോഡീസ് തന്നെ നമ്മുടെ ഞരമ്പുകളെ ഡാമേജ് ചെയ്യുന്നു. അപ്പം ഇതിന്റെ രോഗലക്ഷണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈയും കാലും തരിപ്പായിട്ട് അനുഭവപ്പെടാം, അല്ലെങ്കിൽ മരയെ പോലെ അനുഭവപ്പെടാം, അല്ലെങ്കിൽ എപ്പോഴും കുത്തിയുള്ള വേദന പോലെ അനുഭവപ്പെടാം. ഇതിന്റെ കൂടെ മറ്റ് രോഗലക്ഷണം, അതായത് ചില കാഴ്ചയിലൊക്കെ ചെറിയൊരു മങ്ങൽ പോലെ വരാം, അല്ലെങ്കിൽ രണ്ടായിട്ട് കാണുന്ന പോലെ വരാം. നമ്മുടെ ചിന്തയിലൊക്കെ കോഗ്നിറ്റീവ് ഡിക്ലൈൻ, അതായത് നമുക്ക് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ മെമ്മറിയൊക്കെ ഓർമ്മശക്തിയിലൊക്കെ ചെറിയ ചെറിയ അപാകതകളൊക്കെ നമുക്ക് അനുഭവപ്പെടാം. നമ്മൾ നടന്നു പോകുമ്പോൾ ഇങ്ങനെ വേച്ച് പോകുന്ന പോലത്തെ ഒരു അനുഭവം ഉണ്ടാവാം. ചിലപ്പോൾ യൂറിനറി സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. പിന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു രോഗലക്ഷണമാണ്, അതായത് മൂഡ് സ്വിങ്സ്. ഭയങ്കരമായിട്ട് നമ്മുടെ സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങൾ വരുന്നു. അതായത് പെട്ടെന്ന് ദേഷ്യം വരുന്നു, പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വിഷാദം വരുന്നു, ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് വരുന്നു. ഇതെല്ലാം ഈ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസിന്റെ ഒരു രോഗലക്ഷണമാണ്. അപ്പോൾ നമ്മുടെ ഈ ഞരമ്പുകളിൽ ഡാമേജ് വരുന്നത് ഞരമ്പുകളിലെ കോട്ടിംഗ് ഉണ്ട്, മൈലിൻ ഷീത്ത്, അതിനാണ് ഡാമേജ് സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിനും നമ്മുടെ ബോഡിയിലേക്കുള്ള കൺട്രോൾ ഇങ്ങനെ പതുക്കെ നഷ്ടപ്പെടുന്നു. മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് എന്ന് വെച്ചാൽ അതിന്റെ നമുക്കിങ്ങനത്തെ രോഗലക്ഷണം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അതിനെ കൺഫേം ചെയ്യുന്നത്, അത് അതിന്റെ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് എന്തൊക്കെയാണ്. നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ഉപയോഗിക്കുന്നത് ഒന്ന് MRI സ്കാൻ ഉപയോഗിക്കാം, പിന്നെ നമ്മുടെ നട്ടിൽ നിന്ന് വെള്ളം കുത്തിയെടുത്ത് പരിശോധിക്കാം ഈ മൾട്ടിപ്പിൾ സ്ക്ലെറോസിന്റെ ചില ലക്ഷണങ്ങൾ ഉണ്ടോ നോക്കാനായിട്ട്. പിന്നെ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി, അതായത് ഞരമ്പിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നെർവ് കണ്ടക്ഷൻ സ്റ്റഡി. ഇതൊക്കെയാണ് അതിന്റെ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന രീതികൾ. പിന്നെ നമുക്ക് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് അറിയേണ്ടതെന്ന് വെച്ചാൽ അത് എങ്ങനെ ചികിത്സിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പം ചികിത്സയുടെ വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും നേരത്തെ നമുക്ക് രോഗലക്ഷണം കണ്ടുപിടിക്കുക അത്രയും നേരത്തെ നമുക്ക് അതിന്റെ ചികിത്സ തുടങ്ങുക എന്നുള്ളതാണ് മൾട്ടിപ്പിൾ സ്ക്ലെറോസിന്റെ വിജയം. വളരെ ഏർലി സ്റ്റേജിൽ തുടങ്ങുവാണെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് ക്യൂർ ചെയ്യാവുന്ന ഒരു അസുഖമായിട്ട് നമ്മൾ കാണാറില്ല. കാരണം അതൊരു പ്രോഗ്രസീവ് ന്യൂറോ സെൽഫ് ഒരു ഓട്ടോമ്യൂൺ ഡിസീസ് ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്ന പതുക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിഞ്ഞൊന്നും വരത്തില്ല. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് അതിനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പോകാൻ പറ്റും. അപ്പോൾ അതിന് പല രീതിയിലുള്ള മരുന്നുകളുണ്ട്. സ്റ്റീറോയിഡ്സ് കൊടുക്കാം, പിന്നെ ഡിസീസ് മോഡിഫൈങ് ഡ്രഗ്സ് എന്ന് പറയും. പിന്നെ ഈ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് കാരണം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുണ്ട്. അതായത് തരിപ്പ്, മരയിപ്പ് അങ്ങനെയുള്ളതിനൊക്കെ പ്രത്യേക മരുന്നുകളുണ്ട്. നമ്മുടെ മൂഡ് സ്വിങ്സ് വരുവാണെങ്കിൽ അതിനുള്ള കറക്റ്റുള്ള മരുന്നുകൾ കൊടുക്കാം. അങ്ങനെ പല രീതിയിലുള്ള മരുന്നുകൾ കൊടുത്ത് അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു മരണത്തിലേക്ക് നയിക്കുന്ന ഒരു അസുഖമായിട്ട് നമുക്ക് കാണേണ്ട കാര്യമില്ല. പക്ഷേ കറക്റ്റായിട്ട് ചികിത്സിച്ച് കഴിഞ്ഞാൽ അതിനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും.